ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. അമ്പോളിന്ന് കിട്ടുന്നു അങ്ങനെ സംഭവമുണ്ട്. അമ്പോളി മഹാരാഷ്ട്രയിൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കി നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ എപ്പിസോഡ്. ഞാനിപ്പോൾ ഉള്ളത് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനാണ്. പട്ടിക്കാട് നിന്ന് കാലിക്കറ്റേക്ക് പോയി പിന്നെ അവിടെ നിന്ന് നേരെ മഹാരാഷ്ട്രയേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഞാൻ ഷൊർണൂരിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പോകുന്നത് കോഴിക്കോട്ടേക്ക്. ഇപ്പോൾ സമയം 10:50, നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഷൊർണൂരിലേക്ക് പോകണം. അങ്ങനെ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് ട്രെയിനിന് കയറണം. 65 രൂപയാണ് ജനറൽ ടിക്കറ്റ് ചാർജ്. ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ 20931. അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇനി കോഴിക്കോട് നിന്ന് സ്ലീപ്പറിലേക്ക് ഇതേ ട്രെയിനിന് മാറി കയറണം. ഇത് കൊച്ചുവേളിയിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന ട്രെയിനാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇതാണ് നമ്മളുടെ ട്രെയിന്. ഇപ്പം മാറി കയറാൻ പോവാണ്. അങ്ങനെ ട്രെയിന് പുറപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിന് പറഞ്ഞ സമയത്തിലൊന്നും കുറച്ച് ലേറ്റാണ് ഉള്ളത്. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ആവുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം പുലർച്ചെ അവിടെ എത്തണം. മഹാരാഷ്ട്രയിലെ കൂടൽ എന്ന സ്റ്റേഷനിൽ ഇറങ്ങുന്നുണ്ട്. കോഴിക്കോട്ടിൽ നിന്ന് അവിടേക്ക് 632 കിലോമീറ്ററാണ്. ഏകദേശം ഒരു 12 മണിക്കൂർ യാത്ര എടുക്കും അങ്ങോട്ടേക്കുള്ളത്. ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഞാൻ സേമിയ ബിരിയാണി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ഫ്രീസറിലാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഫ്രീസറിലാക്കിയിട്ട് തണുപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കഴിക്കും ഭക്ഷണം. അപ്പോൾ ഒന്ന് സാധാരണ തന്നെ ലെമൺ റൈസാണ് കൊണ്ടുവരല്. ഇപ്രാവശ്യം ഒന്ന് മാറ്റിയതാണ് ഞാനൊന്ന്. അങ്ങനെ ഒരു സേമിയ ബിരിയാണി ഫ്രീസറിലാക്കി തണുപ്പിച്ച് വായയിൽ പൊയിഞ്ഞ് കൊണ്ടുവന്നതാണ്. ചെറുതായിട്ട് തണുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സേമിയ ബിരിയാണി. അപ്പോൾ അങ്ങനെ തുറന്ന് വായൻ്റെ ഇല എത്തിയിട്ടുണ്ട്. ഇനി വായൻ്റെ ഇല പൊളിച്ചിട്ട് വേണം എടുക്കാൻ. ഇതാണ് സംഭവം. ചെറുതായിട്ട് തണുപ്പുണ്ട്. അപ്പോൾ ഇതങ്ങ് കഴിച്ച് ഇനി ഉറങ്ങാൻ പോവാണ്. നല്ല സൂപ്പർ ആയിക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെ രാവിലെ 4:50 നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് കൂടൽ റെയിൽവേ സ്റ്റേഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമ്മുടെ വണ്ടി വരും. വണ്ടിയിൽ പോകണം. അപ്പോൾ കൂടൽ സ്റ്റേഷനൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ ട്രെയിൻ തിരിച്ചു പോവുകയാണ്. ചെറുതായിട്ട് നമുക്കൊന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണാം. ഞാൻ സാധാരണ എല്ലാ സ്ഥലത്ത് നിന്നാലും ഇവരെ ബോർഡിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഇതാണ് കൂടൽ. ഒരു പ്രത്യേക പേരല്ലേ? ഇങ്ങനത്തെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ അല്ലേ? ഇതാണ് കൂടൽ റെയിൽവേ സ്റ്റേഷനിലെ ലാസ്റ്റ് എൻഡ്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണം. അവിടെ നമ്മുടെ വണ്ടി വരും. ട്രാവലർ 20 സീറ്റുള്ള ട്രാവലർ. നമ്മൾ മൊത്തം ഒരു 58 പേരുണ്ട്. അപ്പോൾ ഒരു 3 ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് അപ്ഡേറ്റ്സിൻ്റെ ഫാറൂഖാണ് നമ്മളുടെ ഇതിൻ്റെ നേതാവ്. ഇവിടെയും മഴയുണ്ട്. ഈ മഴക്കാലത്താണ് ഇങ്ങോട്ടേക്ക് വരിക. ഈ അമ്പോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ വണ്ടി എത്താൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെയൊക്കെ ആകെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ വർക്ക് കൂടുതലാണ് എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം 4:50 അയക്കുന്നു. ഇതാണ് നമ്മളുടെ ട്രാവലർ. ഇനിയിപ്പോൾ ഇതിൽ കയറിയിട്ട് പോകണം. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് നമ്മളുടെ ഡ്രൈവർ. ഇപ്പം ഞങ്ങളൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം. പിന്നെ അവിടെ നിന്നൊന്ന് നേരം വെളുത്തിട്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ആ ലൊക്കേഷൻ. ഞങ്ങൾ പിന്നെ ഫ്രഷപ്പ് ആകാൻ വന്നിട്ടുള്ള ഭാഗമാണ്. മഴയായിട്ട് അത്യാവശ്യം നല്ല നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ 3 ട്രാവലർ. 20 സീറ്റുള്ള വണ്ടിയാണ്. ഇവിടുന്ന് പ്രാഥമിക കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വേണം പോകാൻ.
ഇതൊക്കെ നമ്മുടെ യാത്രയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇനി അങ്ങനെ നമുക്ക് അമ്പോളിയിലേക്ക് പോവാം. അപ്പോൾ അമ്പോളിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഇവിടുന്ന് വാട്ടർഫാൾ ഉള്ള അങ്ങോട്ടേക്ക് കൂടൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 48 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂർ യാത്ര എടുക്കും അങ്ങോട്ടേക്ക്. ഇപ്പം നമ്മുടെ വണ്ടി ഹൈവേയിലെത്തിക്കുന്നത്. മറ്റേ നേരത്തെ ഒരു ഹൈവേ അല്ലാത്തൊരു ഭാഗത്തു കൂടിയായിരുന്നു പോയിരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലത്തെയും റോട്ടിലത്തെയൊക്കെ കാഴ്ചകൾ അങ്ങനെ കാണാം. കണ്ട് അങ്ങനെ പോകാം നമുക്ക്. വീണ്ടും ചെറിയ റോഡിലേക്ക് കടന്നിക്കുന്നത് ഈ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ സിന്ധുദുർഗ് ജില്ലയുണ്ട്. അതിലത്തെ തെക്കൻ കൊങ്കൺ ഡിവിഷനിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഈ അമ്പോലി. അവിടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2300 അടി 700 മീറ്റർ ഉയരത്തിലാണ് ഈ അമ്പോലി എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽപ്പെട്ട ഒന്നാണ് ഈ അമ്പോലി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലം. ഈ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കൻ മലനിരകളിലുള്ള മനോഹരമായൊരു ഹിൽ സ്റ്റേഷനാണ് ഈ അമ്പോളി. ഏകദേശം നമ്മുടെ ഇപ്പം നാടുകാണി ചുരം വയനാടൊക്കെ ഉണ്ടല്ലോ, വയനാട്ടിലേക്ക് പോകുന്ന ആ ഒരു അതേ ഒരു പ്രതീതിയാണ് ഇതിലേ പോകുമ്പോൾ ഉള്ളത്. കണ്ടാൽ പെട്ടെന്ന് തോന്നും പിന്നെ വയനാട്ടിലേക്ക് നമ്മൾ പോവുകയാണെന്ന് തോന്നും. കാരണം ഒരു ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ കൊല്ലിയായിട്ടും മറുഭാഗത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഉയരത്തിൽ, ഇങ്ങനെ ഇടത്ത് സൈഡിൽ ഇങ്ങനെ താഴ്ന്നിട്ട് ഏകദേശം അതേ ഒരു ലുക്കാണ്. പെട്ടെന്ന് നമ്മൾ ഉറങ്ങി എണീച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ തുറന്നാൽ തോന്നും നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ അമ്പോളിക്കുള്ള ഈ ഒരു സ്ഥലം. കൂടുതൽ നിന്ന് അമ്പോളിക്ക് ഇതുണ്ടല്ലേ, ഇവിടെ വെള്ളം ചാടുന്ന വെള്ളച്ചാട്ടം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ മെയിനായിട്ട് ഈ സമയത്താണ് ഇവിടെ വരേണ്ടത്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കണ്ടില്ലേ, ഇവിടെയുണ്ട് വേറെയും വെള്ളച്ചാട്ടം അങ്ങനെ ചാടുന്നു. വെള്ളച്ചാട്ടം കൊണ്ട് ഒരുപാട് ഉള്ള സ്ഥലമാണ് ഇതിന്. അതിൻ്റെ മെയിൻ വെള്ളച്ചാട്ടമുള്ള ഭാഗമാണ് ഈ അമ്പോലി വാട്ടർഫാൾ ഉള്ളത്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഒരു മൂടലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാലാവസ്ഥ. കണ്ടില്ലേ, ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങോട്ട്. മലനിരകളുടെ പച്ചപ്പുള്ള വെള്ളച്ചാട്ടങ്ങളുടെ പറുദീസയാണ് ഈ അമ്പോലി. ഇവിടെയൊക്കെ കുരങ്ങന്മാരുണ്ട് ഇഷ്ടംപോലെ. ഇപ്പോൾ ഏകദേശം നമ്മൾ അമ്പോലിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. അപ്പോൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ക്യാമറയൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവിടെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മഴ ഉണ്ടെങ്കിൽ ആകെ കുളമായിപ്പോകും. അതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കൊണ്ട് നമ്മുടെ ശബ്ദമൊന്നും കേൾക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കാഴ്ചകൾ അങ്ങനെ കാണാം. അപ്പോൾ ഇതാണ് അമ്പോലി വാട്ടർഫാൾ. ഇതാണ് അമ്പോലിൻ്റെ മെയിൻ ഭാഗം. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. മഹാരാഷ്ട്രയിലെ അമ്പോളി വെള്ളച്ചാട്ടമാണ്.
വെള്ളച്ചാട്ടമാണ് ഇവിടെ. അടിപൊളിയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം ചാടുന്നതിൻ്റെ നേരെ താഴേക്ക് പോയി നിൽക്കരുത്. കാരണം താഴേക്ക് പോയി നിന്നാൽ അവിടുത്തെ കല്ലും മണ്ണും ഒക്കെ കൂടി ചാടും. നമ്മുടെ ഡ്രൈവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ദൂരത്ത് നിന്ന് കാണാൻ ഏറ്റവും ഉത്തമം. ഇപ്പോൾ സമയം 9 മണിയായിരിക്കുന്നു. ഇനി നമ്മൾ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോവാണ്. ഇതിൻ്റെ ചുറ്റും ഇവിടെ ഇങ്ങനെ കണ്ടമാനം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടികളുണ്ട്. 5 മണി വരെയുള്ള ഇവിടെ പ്രവേശനം. 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ മലൻ്റെ അങ്ങോട്ടേക്ക് വെള്ളത്തിനോട്ടേക്ക് ആരും വിടൂല, പോലീസ് കാവലൊക്കെ ഉണ്ടാവും. ഇവിടെ ഇദ്ദേഹം ചോളം ചുടുന്നുണ്ട്. ഈ തണുപ്പ് സമയത്ത് ഈ ചോളം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി ചോളം വാങ്ങുന്നവർ വാങ്ങുന്നുണ്ട്. ഞാൻ ചോളം വാങ്ങിയിട്ടില്ല, എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണിത്. നല്ല അടിപൊളി കാലാവസ്ഥയല്ലേ, ഇങ്ങനെ മഞ്ഞിങ്ങനെ കോട കണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, സംഭവം സൂപ്പറാണ്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണണം. അപ്പോൾ നമ്മൾ വാഹനത്തിലേക്ക് കയറുകയാണ്. ചെറുതായിട്ടിങ്ങനെ മഴ ചാറുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടണം നമ്മൾ. ഇപ്പം നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹോട്ടലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് നമുക്കിങ്ങനെ വിശദമായിട്ട് കാണാം. സ്വാഗത് ഹോട്ടലാണ്. ഇവിടെ അമ്പോലി ദോശ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കഴിക്കാനാണ് പോകുന്നത്. അത്യാവശ്യം നല്ല കോടുണ്ട്, നല്ല സൂപ്പർ
സൂപ്പർ വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാലാവസ്ഥ. ഈ സ്വാഗത ഹോട്ടലിൽ കയറാൻ പോവാം. ഇവിടെ അമ്പോളി ദോശ എന്ന് പറഞ്ഞൊരു സംഭവം, അത് കഴിക്കാൻ പോവാം. ഇവിടെ കുറേ ഇല ബക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ സംഭവം മല്ലിച്ചപ്പ് പോലുണ്ട്, പക്ഷെ മല്ലിച്ചപ്പല്ല അത്, മണവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ അമ്പോലി ദോശ. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പം ഞാനൊന്ന് വീണ്ടും പുറത്തിറങ്ങിയതാണ്, പുറത്തെ ഭംഗിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഡ്രൈവറും പിന്നെ ഒരു ബന്ധുക്കാരനാണ്. നമ്മൾ ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉണ്ട്. റിവേഴ്സ് വാട്ടർഫാളാണ് നമ്മളിനി അടുത്ത ലൊക്കേഷൻ കാണാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് പുഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഒരു ചെക്കിങ് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം, അപ്പോൾ അതിനുവേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഡ്രൈവർ ടിക്കറ്റിന് കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ് സംഭവം. ആകെ ഒരാൾക്ക് 5 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീതി പറഞ്ഞ റോഡാണ്, ആ റോഡിൽ കൂടി അങ്ങനെ പോകണം. ഇവിടെ ഡ്രൈവർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം 5 മണി കഴിഞ്ഞാലൊന്നും ഇതിലേ പോകാൻ പറ്റില്ല, പലവിധ മൃഗങ്ങളിറങ്ങും, അതുപോലെ കുറേ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു പ്രത്യേക തരം ചെടിയാണ്, ഈ ഒരു സീസണിലാണ് ഇതിവിടെ ഉണ്ടാകുക. അതൊരു വെറുതെ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇനി വണ്ടി എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പുറത്ത് പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ വണ്ടിയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഈ ഒരു സീസണിലാണ് ഇവിടെ ഉണ്ടാകുകയെന്ന് പറഞ്ഞു ഇദ്ദേഹം. ഇപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാണ്. ഇവിടെ അത്യാവശ്യം കണ്ടമാനം വണ്ടികളുണ്ട്. കംപ്ലീറ്റ് കോട നിറഞ്ഞിട്ട് ഇവിടെ ആകെ തിരക്കായി നിൽക്കുകയാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങനെ നടന്നു പോകണം. ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് റിവേഴ്സ് വാട്ടർഫാൾ എന്നാണ് സംഭവം ഉള്ളത്. ഇതൊക്കെ പാർക്കിംഗ് ഏരിയയാണ്, അധികം നടക്കാനൊന്നുമില്ല. ഇവിടുന്ന് ഈ ഒരു വെട്ടുകല്ല് വെച്ച്, ഇവിടുത്തെ വെട്ടുകല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള വെട്ടുകല്ലാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ വെട്ടുകല്ല് ഒന്നിന് 40 രൂപേൻ്റെ അടുത്തുണ്ട്. നല്ല സൂപ്പർ കല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ വെട്ടുകല്ല് പാകി അതിൽ കൂടി അങ്ങനെ നടന്നു പോകണം. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കടകളുണ്ട്. ഒക്കെ ഈ ഓലയും പുല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല പഴയ കാലത്തുള്ള സംഭവമാണ്. ഇവിടെ ഈ ഒരു ടൂറിസ്റ്റേഴ്സ് വരുമ്പോഴുള്ളൊരു കച്ചവടം മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം. മഴ കുറവാണ്. മഴ ഉണ്ടെങ്കിൽ അത്യാവശ്യം പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞാനൊരു മഴക്കോട്ട് ഇട്ടിരിക്കുകയാണ്. ക്യാമറയൊക്കെ ഏകദേശം നനഞ്ഞ് കുളിർക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല. ഒരു മൂടലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പൊതുവെ. അപ്പോൾ ഇതാണ് സംഭവം, അതിൻ്റെ മെയിൻ ഭാഗം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് താഴെ നിൽക്കുന്ന ഭാഗമാണ്. ഞാൻ നിൽക്കുന്ന ഭാഗമാണ് ഉയരത്തിലുള്ളത്. ഇവിടുന്ന് പിന്നെ വെള്ളം അങ്ങോട്ടേക്ക് താഴേക്ക് ഒലിക്കുന്ന സമയത്ത് അവിടെ ഒരു കൊല്ലി പോലത്തെ ഒരു ഭാഗമാണ്. അത് ചില ഇപ്പോൾ കോടയായിട്ട് ഒന്നായിട്ട് മൂടി നിൽക്കുകയാണ്. കോട ഇല്ലാത്ത സമയത്ത് കാണാം. അപ്പോൾ ഈ വെള്ളം ഇങ്ങോട്ടേക്ക് ചാടുന്ന സമയത്ത് കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഭയങ്കര പ്രഷറിൽ കാറ്റടിക്കുകയാണ്. അപ്പോൾ ആ കാറ്റുകൊണ്ട് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് റിവേഴ്സായി വരികയാണ്. അപ്പോൾ റിവേഴ്സായി വരുന്ന സമയത്ത് ആ വെള്ളം ഇങ്ങനെ അങ്ങോട്ടേക്ക് മഴ പോലെ ഇങ്ങനെ നമ്മുടെ മേലേക്ക് ഇങ്ങനെ തെറിക്കും. ചില സമയത്ത് നല്ല ഇതൊക്കെ ഇപ്പോൾ മഴയല്ല, സംഭവം റിവേഴ്സിൽ വെള്ളം ഇങ്ങോട്ട് വരുന്നതാണ്, കാറ്റിൻ്റെ പ്രഷറുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇപ്പോൾ ഇങ്ങനെ കോടോണ്ട് മൂടി നിൽക്കുകയാണ്. ചില 2-3 സെക്കൻഡ് സമയത്ത് ചില സമയത്ത് ഇതിട്ട് മാറലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തുമ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് നേരത്തെ ഇവിടെ കംപ്ലീറ്റ് ഒന്ന് കോടയൊക്കെ പോയിരുന്നു. ആ സമയത്ത് എനിക്ക് ക്യാമറ ഓണാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു എത്തുന്ന സമയത്ത് നമുക്ക് കാണാം. ഇതിൻ്റെ വലിയൊരു കൊല്ലിയാണ്. ഇതിൻ്റെ മറ്റേ ഭാഗത്തും മലണ്ട്, ഈ ഒരു ഭാഗത്തും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇവിടുന്ന് വരുന്ന വെള്ളമാണ് ഇതിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാറ്റടിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പുറത്തേക്ക് തള്ളുന്നത്. ഈ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ടല്ലേ, ഈ വെള്ളം തിരിച്ചിങ്ങോട്ട് കാറ്റുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കോട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലം, ഇത് വളരെ കുറഞ്ഞ വെള്ളമാണ് പോകുന്നത്. കണ്ടമാനം പ്രഷറിൽ പോകുന്ന വേറൊരു ഭാഗമുണ്ട്. അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഭാഗം നമുക്ക് കാണിച്ചു തരാം. അവിടെ കംപ്ലീറ്റ് ആയിട്ട് കോട കൊണ്ട് അങ്ങോട്ട് മൂടി നിൽക്കുകയാണ്. ഇതിലൊക്കെ പാസേജ് ഉണ്ട്, ഇതിലെങ്ങനെ നടന്നു പോകാം, കണ്ടില്ലേ.
എത്രയോ താഴ്ചയിലാണിത് നിൽക്കുന്നത്. അങ്ങ് ദൂരെ കണ്ടില്ല, അതാണ് ഏറ്റവും കൂടുതൽ വെള്ളം ചാടുന്ന ഒരു ഭാഗമുള്ളത്. അത് വേറൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. ആ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഈ ഒരു വെള്ളമാണ് കണ്ടമാനം വെള്ളമുള്ള ഭാഗം. ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഇങ്ങനെ വന്നിട്ട് അങ്ങനെ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തേക്ക് ഒന്നായിട്ട് ചാടി പോവാണ്. കണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം, ഈ ഒരു ഭാഗത്ത്. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് ഒരു കയറ്റുണ്ട്, അതുവരെ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. കണ്ടല്ലേ, ഇതാണ് വെള്ളം ചാടുന്ന ഭാഗമുള്ളത്. ഇപ്പം അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ കാറ്റുകൊണ്ട് അവിടെയുള്ള ചാടുന്ന വെള്ളം തിരിച്ച് ഇങ്ങോട്ട് റിവേഴ്സായിട്ട് ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്കൊരു മഴ പെയ്യുന്നൊരു ഫീലിംഗ് ഉണ്ടാകുക. അത്യാവശ്യം ഇങ്ങനെ ഒരു ഒറ്റി പോകുന്ന മോഡലിൽ, നല്ല കട്ടിയിൽ ഒറ്റി വരുന്ന മോഡലാണ് ഉള്ളത്. ഇതാണ് ആ വെള്ളം. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് ഒഴുകി പോവുകയാണ്. ഇതിലെ എങ്ങനെ വന്ന് ഞാൻ നേരെ പോയിട്ട് ഇതിലെ അങ്ങനെ അങ്ങോട്ടേക്ക് ചാടിയിട്ട് അതാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് റിവേഴ്സ് അടിച്ച് വരുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് പല ഭാഗങ്ങളിലും അങ്ങനെ ഉണ്ട്. ആ ഒരു പാസേജിൽ കൂടി അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ പിന്നെ ഈ വെള്ളം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കോട ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു വ്യൂ കംപ്ലീറ്റ് ഒന്ന് കാണാം. ഇതാണ് കോട പോയിട്ടുള്ള ഭാഗങ്ങൾ. നേരത്തെ കംപ്ലീറ്റ് കോട കൊണ്ട് മൂടിയുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വലിക്കുന്നുണ്ടല്ലേ. ആ ഒരു ഭാഗവും മലയാണ്, ഈ ഒരു ഭാഗം മലയാണ്. ഇതിൻ്റെ സെൻറ്ററിലാണ് ഈ ഇങ്ങനെ കൊല്ലി പോലെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം ഇത് വളരെ കുറഞ്ഞ സമയം മാത്രമുള്ളൂ ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോഴത്തേക്ക് കോട വന്നിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് വൈറ്റ് കളറായിട്ട് മൂടി നിൽക്കും. അങ്ങനെയാണ് ഇവിടെ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണട ധരിക്കാൻ പറ്റില്ല. കണ്ണിൻ്റെ മുകളിലേക്കൊക്കെ ഒന്നായിട്ട് വെള്ളം ധരിച്ചിട്ട് നമുക്ക് കാണൂല. അപ്പോൾ ഞാൻ കണ്ണട ഊരി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇപ്പം ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം തന്നെ ഇനി ഇത് വൈറ്റ് ആവും. കണ്ടില്ലേ, ഇപ്പോൾ വൈറ്റായി വന്ന് കംപ്ലീറ്റ് നേരത്തെ അതേപോലെ ആയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇപ്പം നേരത്തെ അതേപോലെ വീണ്ടും കംപ്ലീറ്റ് ഫുള്ള് വൈറ്റ് ആയിരിക്കുന്നു. ഇപ്പം ഒന്നും കാണില്ല. കണ്ടാൽ ആകാശം തോന്നും. അക്കോലത്തിലാണ് ഉള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇതേപോലെ പഴയ പോലെ മാറി വരും. അങ്ങനെ കുറഞ്ഞ സമയത്തുള്ളത് ഉണ്ടാവുക. ഇപ്പോൾ മഴ പെയ്യല്ലത്, കംപ്ലീറ്റ് അവിടുന്ന് വെള്ളം തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ മേലേക്ക് ഇങ്ങനെ ഒറ്റയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല സൂപ്പർ വൈബാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ നമുക്ക് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോവാം. ഇവിടെ അത്ര തന്നെ ഉള്ളൂ. ഈ വെള്ളം ഇവിടുന്ന് വരും, അങ്ങോട്ടേക്ക് ചാടും, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും, പിന്നെ കോട പോവും. ഇതൊരു ജൂൺ ജൂലൈയിലാണ് കൂടുതൽ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇങ്ങനെ ഇതുണ്ടാവാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സീസണല്ല, മഴ സീസണല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കംപ്ലീറ്റ് കാലിയായി കിടക്കുന്ന ഭാഗങ്ങളാണ്. ടൂറിസ്റ്റേഴ്സ് വരുന്ന സമയമാണ് ഈ ഒരു സമയം. അല്ലാത്ത സമയങ്ങളിൽ ഇവിടേക്ക് ടൂറിസ്റ്റേഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഡ്രൈവറും. കാരണം ഇവിടെ വന്നിട്ട് കാര്യമില്ല, ഇവിടെയൊക്കെ അങ്ങനെ വരണ്ട് കിടക്കുന്ന ഭാഗമാണ്. അല്ലാത്ത സമയത്ത് ആരും വരില്ല എന്ന് പറഞ്ഞു. ഇവിടെ കംപ്ലീറ്റ് മൂടിയിരിക്കുന്നു, നേരത്തെ പോലെ തന്നെ അയക്കുന്നുണ്ടല്ലേ. ഇനി ഇവിടുത്തെ വെള്ളം മെയിനായിട്ട് വരുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പർമാരൊക്കെ അർമാദിക്കുന്നുണ്ട്. ഞാനങ്ങോട്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് അധികം പോകുന്നില്ല. പെണ്ണുങ്ങളൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിക്കുന്നു. ഈ വെള്ളമാണ് നേരത്തെ കണ്ടിട്ടുള്ള ആ ഭാഗത്തേക്ക് അങ്ങനെ ഒഴുകി പോകുന്നത്.
വെള്ളം ഇങ്ങനെ വരും, തിരിച്ചങ്ങനെ അങ്ങോട്ട് പോകും. ഈ ചെടിയാണ് ഞാൻ നേരത്തെ വണ്ടിയിൽ നിന്ന് വരുമ്പോൾ കണ്ടിരുന്ന ചെടി. ഇതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പേരൊന്നും പുള്ളിക്കാരൻ അറിയില്ല എന്ന് പറഞ്ഞു ഡ്രൈവർക്ക്. ഇതിങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. കണ്ടാൽ നമ്മൾ വെച്ച് പിടിപ്പിച്ച പോലെ ഉണ്ട്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലുള്ള പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഘടകപ്രഭ നദിയുടെ പിന്നെ ഒരു കൈവഴിയാണ് ഈ ഹിരണ്യകേശി നദി. ആ ഒരു നദിയാണുള്ള വെള്ളമാണ് ഇപ്പം ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഗ്രൂപ്പ് മെമ്പർമാരെ ഒരു ചെറിയ ഡാൻസ് കാണാം നമുക്ക്. ഫൈനലായി പറയട്ടോ. തീരുമാനമായി പറയട്ടാ. കുറെ നേരം പോകും. മതി മതി മതി, അത് റെഡി. കട്ട് കട്ട്. ഇനി ഇവിടെ ഒരു സാധനം ഇല കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇട്ടാൽ റിവേഴ്സ് വരുന്നത് കാണാം നമുക്ക്. ഇദ്ദേഹം ഒരു ഇലൻ്റെ ഒരു ചെറിയ കെട്ടിടുന്നുണ്ടല്ലോ, അങ്ങനെ ഇട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് താഴോട്ട് പോകാതെ അങ്ങനെ മുകളിലേക്കൂടി അങ്ങനെ വന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. അതാണ് റിവേഴ്സായിട്ട് അടിക്കുന്നത്. നല്ല സ്റ്റൈലിലാണ് കാണാൻ. ഇനി ഈ പുള്ളിക്കാരനൊന്നും ഇടുന്നുണ്ടോടോ, അങ്ങനെ ഇട്ട് അങ്ങനെ പോയിട്ട് ഭയങ്കര സ്പീഡിലാണത് വരിക. ഇതാണ് റിവേഴ്സ് സംഭവം അടിക്കുന്നത്. ഇപ്പൊക്കെ മൂടി നിൽക്കുക, കോട മൂടി നിൽക്കുകയാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ ഇത് കുറച്ചും കൂടി കുറഞ്ഞിരിക്കുന്ന ഇതുണ്ടല്ലേ, ഇതിങ്ങനെ തിരിച്ചിങ്ങനെ വെള്ളം അടിക്കുന്നുണ്ടല്ലേ, കാറ്റുകൊണ്ട് വരുന്നതാണിത്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടാൽ മഴ പെയ്യ തോന്നും, പക്ഷേ കുറച്ച് അപ്പുറത്തുള്ള വെള്ളം കാറ്റടിച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നനയും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മഴക്കോട്ട് എന്തായാലും കരുതണം. കുട കരുതിയിട്ട് യാതൊരു കാര്യമില്ല, കുട അങ്ങനെ പാറിപ്പോവും. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ വീണ്ടും കോട പോയിട്ടുണ്ട്, ക്ലിയറായി ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ വെള്ളം പിന്നെ അവിടുന്ന് ഒലിച്ചിറങ്ങുന്ന ഭാഗമാണ്. ഇതൊക്കെയാണ് ഇവിടെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് വരണം എല്ലാവരും. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഭാഗം വന്നിട്ടൊന്ന് കാണേണ്ടതാണ്. അത്രക്കും നല്ല സൂപ്പർ സ്ഥലമാണിത്.
അപ്പം ഇനി നമ്മൾ മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി നേരത്തെ പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് അങ്ങനെ നടന്നു പോകണം. ഇവിടെ നേരത്തെ ഞാൻ കാണിച്ചില്ലേ വിട്ടേലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതൊക്കെ എന്തൊക്കെ കുടുക്കയിലൊക്കെ ഇങ്ങനെ ഇവർ പാചകം ചെയ്യുന്നുണ്ട്. ഈ കാര്യമായിട്ട് കോണും നൂഡിൽസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഉണ്ടല്ലോ, ഇത് കോണാണ്. പിന്നെ മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഒക്കെ ഇവിടെ ഉള്ള മാങ്ങ തന്നെയാണ്. ഈ ഒരു നാട്ടിലുള്ള മാങ്ങ തന്നെയാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ വാഹനം നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഇനി നമ്മൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ മെമ്പർമാരെയൊക്കെ ഒന്ന് കാത്തു നിൽക്കുകയാണ്. കണ്ടമാനം വാഹനങ്ങളുണ്ട്, ഒക്കെ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇപ്പം സമയം 12 മണിയോട് അടുത്തെത്തിക്കുന്നത്. സൂര്യനൊന്നും കാണുന്നില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം കണ്ടില്ല, ഇതിലാണ് അതിലേക്കുള്ള എൻട്രൻസ്, അങ്ങോട്ടേക്കുള്ള. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ അമ്പോളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ റിവേഴ്സ് വാട്ടർഫാൾ കാണാൻ എന്തായാലും വരണം എല്ലാവരും. ഇവിടെ ഒരു പ്രസിദ്ധമായ ഒരു അമ്പലമുണ്ട്. അമ്പലം മാത്രമെന്നല്ല, പ്രസിദ്ധമായ ഒരു അമ്പലത്തിനോട് ബന്ധപ്പെട്ടിട്ടൊരു നദിയുണ്ട്, ഹിരണ്യകേശി ക്ഷേത്രം എന്നറിയും. അപ്പോൾ ആ ക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ അമ്പോലി വാട്ടർഫാളിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത്. ഇപ്പം നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇനി ഇതിലേ അങ്ങോട്ട് ഈ സൈഡിൽ കൂടി അങ്ങനെ പോകണം. അധികം ദൂരമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം. ഇതൊരു പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. മഴ ഒന്ന് നിന്നിക്കുന്നു. പൊതുവേ നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്. എന്നാലും മഴക്കോട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കരുതണം ഈ മഴക്കാലത്ത്. ഇവിടെ ചെറിയൊരു പാലുണ്ട്, വെള്ളം കൊണ്ടൊരു കളിയാണ് ഇവിടെ. ഇഷ്ടംപോലെ വെള്ളമാണ്. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിടണം. ഇതുണ്ടല്ലേ, നല്ല ശുദ്ധമായ വെള്ളമാണ് പോകുന്നത്. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെയായിട്ട് പോവാണ്. ഒരു 5-6 മിനിറ്റ് നടക്കാണ്ടെന്ന് പറഞ്ഞു. നല്ല കട്ടയൊക്കെ വെച്ച് നല്ല ഉഷാറാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. നമുക്ക് ഇനി തിരിച്ചു വരുമ്പോൾ ഈ ഭാഗം ഒന്ന് വിശദമായിട്ട് കാണാം. ഈ ഭാഗങ്ങളിൽ കൂടി അങ്ങനെ പോയി ഇവിടെയും കുറച്ച് ആളുകളൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഹിരണ്യകേശി നദി ഉത്ഭവിക്കുന്ന ഭാഗമാണ് ഇവിടെ. ഇതാണ് അമ്പലത്തിലേക്കുള്ള കവാടം. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കടക്കുക. നല്ല ഭംഗിയുള്ള ഭാഗം. മണിയുണ്ട്. ഈ മണി എവിടെ കണ്ടാലും ഞാനൊന്ന് അടിക്കും. കാശ്മീരിലെ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ ഏറ്റവും മുകളിലുണ്ട് ഇതേപോലത്തെ ഒരു മണി. അപ്പം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒന്നായിട്ട് വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 1.5 വെള്ളമാണ്. വെള്ളത്തിലാണ് ഇപ്പോൾ ഈ അമ്പലം നിൽക്കുന്നത്. ആൾ വെള്ളത്തിലാന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലക്കെട്ടിടം നിൽക്കുന്നത്. അതിൻ്റെ ചുറ്റുഭാഗവും വെള്ളമാണ്. ഇവിടെയും വെള്ളമുണ്ട്. വെള്ളം കണ്ട് ഒഴുകിപ്പോകാൻ അധികം താഴ്ചയൊന്നും ഇല്ലാണ്ടല്ലേ. ഇവിടെയാണ് അമ്പലം നിൽക്കുന്നതിൻ്റെ നേരെ അപ്പുറത്ത്. ഈ കാണുന്നതാണ് അമ്പലം. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. ഒരു ആൽമരമൊക്കെ ഉണ്ട്. നല്ല കൂൾ സ്ഥലമാണ്, തണുപ്പുണ്ട്. നല്ല മഴ ചെറുതായിട്ടുള്ളൂ ചാറുന്നുള്ളൂ. ചിലർ കുടയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ഞാൻ കുട എടുത്തിട്ടില്ല. മഴക്കോട്ടായിട്ട് ഇങ്ങോട്ട് വരിക നല്ലത്, ഏറ്റവും ഉത്തമം. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഘടപ്രഭ നദിയുടെ ഇടതുകര കൈവഴിയാണ് ഈ ഹിരണ്യകേശി നദി. അപ്പോൾ അത് ഉത്ഭവിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ബാക്കിലൊരു ഹോളുണ്ട്, ഒരു ഗുഹ പോലെ. ഇതിലേ അങ്ങോട്ടൊക്കെ എങ്ങനെയായിട്ട് കുനിഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു പോകാം. നല്ല ക്ലീൻ വാട്ടറാണ്.
ഇതിൻ്റെ അകത്തുനിന്നാണ് ഇപ്പോൾ ഈ നേരത്തെ മുന്നിൽ കണ്ട വെള്ളം കംപ്ലീറ്റ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർമാരൊക്കെ ഒന്ന് നീന്തലുണ്ട്, പുരുഷന്മാരും സ്ത്രീകളൊക്കെ. നീന്തൽ അലൗഡ് ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ഒരു വെള്ളത്തിൽ ഇറങ്ങിക്കുന്നത്, ഞാനേതായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ വെള്ളത്തിന്റെ ഉള്ളിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. ചുറ്റുപാടും വെള്ളമാണ്. അതിന്റെ ബാക്കിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇതാണ് അതിന്റെ തുഴയിലും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഹിരണ്യകേശി അമ്പലാണ്. ഹിരണ്യകേശി നദി ഇവിടുന്നാണ് അതിൻ്റെ ഉത്ഭവം, ആ ഭാഗത്തുനിന്ന്. അപ്പം അങ്ങനെയാണ് ഇതിന് പേര് വന്നത്. ഇത് വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ അമ്പലം നിൽക്കുന്നത്. ഒരു ശിവക്ഷേത്രമാണ്. ഇതുണ്ട് ഈ കാണുന്ന അതിൻ്റെ ചുറ്റുപാടും വെള്ളമാണ്. അതിൻ്റെ ബാക്കിൽ മലയാണ്. മലൻ്റെ മുകളിൽ നിന്ന് വെള്ളം കയറി വരിക. അപ്പം നമുക്ക് ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം. ഈ ശ്രീ ഹിരണ്യകേശി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ നദിക്കിങ്ങനെ ഹിരണ്യകേശി നദി എന്ന് പേര് വന്നത്. ഇവിടുന്ന് വരുന്നതുകൊണ്ട് ഈ ഹിരണ്യകേശി എന്നുള്ളതൊരു സംസ്കൃത പദമാണ്. അതിൻ്റെ അർത്ഥം സ്വർണ്ണമുടിയുള്ളവൻ എന്നാണ്. ഇവിടുന്ന് ഉണ്ടല്ലേ വെള്ളം വരുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതൊരു പാസേജാണ്. അവിടെ പൈപ്പിൽ കൂടി അങ്ങനെ പോകണേ. ഇതൊക്കെയാണ് അങ്ങനെ അങ്ങോട്ട് അമ്പോലീൻ്റെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോയി ചാടുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ദൂരത്തിൽ അതങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അമ്പോലിക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഈ ക്ഷേത്രം ഹിന്ദു ദേവതയെ പാർവതിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പ് മെമ്പർമാരെല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ അമ്പോലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് എന്തായാലും വരണം എല്ലാവരും. ഇവിടുത്തെ പ്രധാന ശ്രീകോവിലിൽ സ്വർണ്ണമുടിയും പിന്നെ ചുവന്ന നിറത്തിലുള്ള ശിവലിംഗമുണ്ട്. പിന്നെ ഈ പാർവതി ദേവിയുടെ ഒരു രൂപമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇതാണ് മെയിൻ ഗേറ്റ്. അപ്പോൾ ഈ മെയിൻ ഗേറ്റ് കൂടി അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. പൂജയാണോ എന്താണെന്ന് അറിയില്ല അതിനെപ്പറ്റി എനിക്ക്. ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, മറ്റേ കുറേ എന്തൊക്കെയോ വേദങ്ങളൊക്കെ ചൊല്ലി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കിണറിലൊക്കെ ഉറവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ ഈ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരികയാണ് ഉറവായിട്ട്. തന്നെ നല്ല രസമായിരിക്കുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇതാണ് ഉറവ് വെള്ളം. ഉറവ് വെള്ളമാണ് ഈ കാണുന്നത്. ഞാൻ പോകുമ്പോൾ കാണിച്ചിരുന്നല്ലോ, വരുമ്പോൾ പറയാണ്ട് ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളാണ്. കേരളത്തിൻ്റെ അറ്റം മുതൽ ഈ അറ്റം വരെ ഉള്ളവരൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മളുടെ പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങനെ എല്ലാവരെയും വന്ന് നമ്മൾ വണ്ടിയിൽ അങ്ങനെ പോകുന്നതാണ്. നമ്മളെ ഡ്രൈവർ മുമ്പ് ഈ വെട്ടുകല്ലിൻ്റെ കുറേ മഹിമ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ ആ വെട്ടുകല്ലാണിത്. ഇത് വെട്ടുകല്ലാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മഹാരാഷ്ട്രയിലുള്ള ഈ വെട്ടുകല്ല് ഭയങ്കര ഉറപ്പുള്ള വെട്ടുകല്ലാണ്. നമ്മുടെ നാട്ടിലെ പോലുള്ള കല്ലല്ല. അപ്പൊ അത് ലോഡ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് അൺലോഡ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി ബാക്ക് ഒന്നായിട്ട് തട്ടിയിടുന്നില്ല, ആ മോഡലിൽ വന്നിട്ട് അൺലോഡ് ചെയ്തിട്ടതാണ് ഇത് നന്നായിട്ട് കൂട്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് പൊടിഞ്ഞു. ഇതുണ്ടോ? അതാണ് ഈ കാണുന്ന ഈ കല്ല്. ഇതാണ് നമ്മുടെ ഫാറൂഖ് സാഹിബ്. ഇദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിന്റെ അമീർ. തിരിച്ച് നമ്മുടെ വണ്ടി കയറിക്കുന്നത്.
പറഞ്ഞോളി. ഈ ട്രിപ്പ് എന്ത് ചെയ്ത് ഫോണിന്റെ തീരുമാനം ഫോൺ ഇപ്പം സമയം 1:15 അയക്കുന്നത്. ഇനി നമ്മുടെ ഭക്ഷണം കഴിക്കണം. നമ്മുടെ പഴയ ഹോട്ടലിൽ തന്നെയാണ് പോകുന്നത്. ഈ അമ്പോളി ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒഴിഞ്ഞങ്ങനെ കാട് നിൽക്കുന്ന ഒരു ഭാഗം. ഈ ഒരു മൺസൂൺ മഴക്കാലത്താണ് ഇവിടെ കാര്യമായിട്ട് ടൂറിസ്റ്റേഴ്സ് വരുന്നത്. അല്ലാത്ത സമയത്തൊന്നും ഇവിടെ ആരുമില്ല. ഇവിടെയുള്ള ജനങ്ങൾ വളരെ കുറച്ച് ജനങ്ങളുള്ളൂ ഈ ഭാഗത്തുള്ളത്. ഒരു റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ള റോഡുള്ള ഒരു 3 മീറ്റർ ഉള്ള ആ റോഡാണ് ഈ കാണുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. രാത്രി ഉണ്ടല്ലോ. ഇപ്പൊ സമയം 2 മണിയാണ്. നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ലഞ്ച് കഴിക്കാനും പോകും. ആകെ മൂടി നിൽക്കുന്നുണ്ടല്ലേ. ലഞ്ച് കഴിക്കാൻ ഹോട്ടലിലേക്ക് കയറുകയാണ്. രാവിലെ വന്നതേ ഹോട്ടൽ തന്നെയാണ്. അപ്പം ചപ്പാത്തി, ചോറ്, കുറച്ച് കറി, ഇവിടുത്തെ ഒരു പപ്പടം, പിന്നെ മോര് ഒക്കെയാണുള്ളത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതാണ്. ഈ തണുപ്പിന് നല്ല വിശപ്പായിരിക്കും ഇവിടെ. അപ്പോൾ കൊണ്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാക്കറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇവിടുത്തെ പിന്നെ ലോഡ്ജൊക്കെയാണ് ഈ കാണുന്നത്. വളരെ ചെറിയൊരു ലോഡ്ജും കാര്യങ്ങളൊക്കെയാണ്. അധികമൊന്നും ഇല്ല ഇവിടെ അങ്ങനെ ലോഡ്ജും കാര്യങ്ങളൊന്നും. VIP ലോഡ്ജൊന്നുമില്ല. ഒരു സാധാ മോഡൽ ഉള്ള ഒരു ലോഡ്ജാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വളരെ കുറവാണ് താമസക്കാർ. എല്ലാവരും രാവിലെ വന്ന് വൈകുന്നേരം മടങ്ങിപ്പോകുന്നവരാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടെ സ്റ്റേ ചെയ്യുന്നവർ കുറവാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ തൊഴിലാളികൾക്കൊക്കെ വന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കൊക്കെ ഉള്ള താമസിക്കാൻ പറ്റുന്നൊക്കെ ഒരു മോഡലുള്ളതാണുള്ളത്. ഇപ്പോഴും നല്ല കോടങ്ങട്ട് മൂടിയിട്ടുണ്ട്. ഉച്ച സമയമായിട്ടും സൂര്യനെ തന്നെ കാണാനില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ പോവാണ്. അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ അമ്പോളിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് കറങ്ങി കാണണം. ഇവിടെ ഒരു വേറൊരു വെള്ളച്ചാട്ടമുണ്ട്, ബാബ വാട്ടർഫാൾ. അത് കാണാൻ പോവാണ്. ഈ അമ്പോലി ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഞാൻ കാണിച്ചിരുന്ന അമ്പോലി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അവിടുന്ന് ഈ ബാബ വാട്ടർഫാളിലേക്ക് ഏകദേശം ഒരു 19 കിലോമീറ്റർ ദൂരമുള്ളത്. ഒരു അരമണിക്കൂറിൽ ഒരു 35 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ റോട്ടിലൂടെ അങ്ങനെ പോവുകയാണ്. ഒരു കാട് പിടിച്ച ഭാഗങ്ങളാണ് ഇതിൻ്റെ 2 ഭാഗം. ഏകദേശം ഒരു 3 മീറ്റർ വീതിയിലുള്ളൊരു ചെറിയൊരു റോഡാണ് ഇവിടെ ഉള്ളത്. പശ്ചിമഘട്ടത്തിലാണ് ഈ അമ്പോളി സ്ഥിതി ചെയ്യുന്നത്. കൂടൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഈ അമ്പോലിയിലേക്ക് പോകാൻ എളുപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത്. ഈ സസ്യ ജന്തുജാലങ്ങളാലും സമൃദ്ധമാണ് ഇവിടുത്തെ ഈ അമ്പോലി, ഈ ഒരു ഭാഗങ്ങൾ. നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ബാബ വാട്ടർഫാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ. ഇതിൻ്റെ വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അല്ല ഉണ്ടാവല്. ഇതൊരു
സ്വകാര്യ വ്യക്തിയുടെയാണ് ഇതിപ്പോൾ കുറച്ച് അടുത്ത കാലത്താണ് ഇത് തുറന്നെടുത്തിട്ടുള്ളത്. ഇവിടെ ഒന്നൊന്നല്ല, ഒരുപാട് പിന്നെ വാട്ടർഫാളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പോകുന്ന വഴിയിൽ. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണം, വലിയ വണ്ടി അങ്ങോട്ടേക്ക് വിടുന്നില്ല അറിഞ്ഞു. അപ്പോൾ ഇതാണ് പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗം. ഇതിൽ എവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏകദേശം 2-2.5 കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കണം ഈ ഒരു ഭാഗത്തേക്ക് വരാൻ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഇത് നടന്നു പോയാലും സംഭവം അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നടന്നു പോവാണ്. ചില ചെറിയ വാഹനങ്ങൾക്കൊക്കെ കാറുകൾക്കൊക്കെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകും. ഏകദേശം 1 കിലോമീറ്ററോളം പോകാനുള്ള സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അങ്ങനെ നടന്നു പോവാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. 2 സൈഡും ഏകദേശം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ അങ്ങ് ദൂരെ നോക്കിയാൽ ആ മലൻ്റെ മുകളിലൊരു ചെറിയൊരു വായ നിൽക്കുന്നുണ്ട്, ഉണ്ടല്ലേ? ഇതാണത്. ഈ ബാബ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, കുംഭവാഡെ വെള്ളച്ചാട്ടം എന്നും ഇതിന് പറയും. ഈ ഒരു സ്ഥലത്തിന് ഇത് നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് കുറച്ച് അടുത്ത കാലത്താണ് ഇതിലേക്കുള്ള പ്രവേശനം വെച്ചിട്ടുള്ളത്. വണ്ടി ഫീസ് 200 രൂപയായിട്ട് വാടക ഉണ്ടോ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ. മറ്റേ ആളുകൾക്ക് 50 രൂപയുണ്ട്. അങ്ങ് ദൂരെ വെള്ളം ചാടുന്നുണ്ടല്ലേ, ആ ഒരു ഭാഗത്തേക്ക് എത്തണം നമുക്ക് നടന്നിട്ട്. പിന്നെ ബൈക്കുള്ളവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമുണ്ട്, കുറച്ചുകൂടി ദൂരം പോവും. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആളുകളുണ്ട്. ഇതൊന്നല്ല, ഇനിയും ഇതിൻ്റെയൊക്കെ അപ്പുറം വേറെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ടമാനുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് ലാസ്റ്റ് എത്തണം എന്നൊക്കെ നമ്മളെ ഡ്രൈവർ പറഞ്ഞിരുന്നു. പുള്ളിക്കാരൻ നല്ല ഒരു ഉഷാറാണ് ആട്. ഇതുണ്ടല്ലേ, ഇവിടെ പിന്നെ നോർത്ത് ഇന്ത്യൻസ് കുറച്ച് കുട്ടികളെ കൂടിയിട്ട് ഇതാക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഇങ്ങനെ എണ്ടമാനം ആളുകളും ഉണ്ട്. ഇത് വേറൊന്നാണ്, വെള്ളം അങ്ങനെ ഭയങ്കര പ്രഷറിൽ ചാടിയിട്ടുള്ളത്. നമ്മുടെ ഡ്രൈവർ പ്രത്യേകം പറഞ്ഞ കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരിക്കുന്നത്, നേരെ ചോട്ടിൽ പോയിട്ട് ഇതിൻ്റെ ചോട്ടിൽ നിൽക്കരുത്. കാരണം അതിൻ്റെ അവിടെ നിന്ന് വരുന്ന കല്ലും മണ്ണും ചിലപ്പോൾ വലിയ പാറക്കല്ലുകളൊക്കെ പൊട്ടി വീണ് തലയിലേക്ക് വീഴും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വല്ലാണ്ട് അടുത്ത് പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഞാനങ്ങനെ അധികം അടുത്ത് പോയിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ പോകുന്ന വഴിക്ക് കണ്ടമാനം ഈ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് എന്നുള്ള, അതിൽപ്പെട്ട ഒരു ഭാഗങ്ങളാണ്. ഇനി അങ്ങനെ അങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കണ്ടുപോകണം. ഒരുത്തൻ തപസ്സിരിക്കുന്നുണ്ട് അവിടെ, കണ്ടില്ല? ഒക്കെ ഹിന്ദിക്കാരനാണ് ചങ്ങായി. നമ്മുടെ സുഹൃത്ത് സുഹൈലാണ് ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അവന് വെള്ളം കണ്ടാൽ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അവനൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ദൂരത്തുനിന്ന് ചാടി വരുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. ഇതൊന്നും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടൂല, കാരണം ഉഷാറായി കിട്ടൂല. നേരിട്ട് വന്നിട്ട് കണ്ടുകൊണ്ട് തന്നെ കാണണം, അപ്പോഴാണ് അതിൻ്റെ ഒരു വളരെ ഭംഗി കാണുക. അല്ലെങ്കിൽ ഇതിന് യാതൊരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തായാലും ഒരു തവണ എല്ലാവരും ഒന്ന് വന്ന് കണ്ടുപോകണം ഈ ഒരു ഭാഗം. ഇപ്പൊ അവിടുന്ന് നടന്നു വന്നതിൽ ഏറ്റവും വലുത് ഇപ്പൊ ഈ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. ഇനിയും വേറെ ഉണ്ട് അങ്ങോട്ടേക്കെന്ന് പറഞ്ഞു. ഇത് നല്ല പ്രഷറിൽ തന്നെയാണ് ചാടുന്നത് അവിടെ നിന്നിട്ട്, അത്രയും നല്ല പ്രഷറുണ്ട്.
ഇതിലെ നടന്നു പോകുമ്പോൾ നമുക്കൊരു ദൂരം അധികമായി തോന്നൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് നടക്കുന്തോറും പല സ്ഥലങ്ങളിലും കുറേ ചങ്ങായിമാർ നടക്കുന്ന ഇന്ത്യക്കാരാണ്. പിന്നെ ക്യാമറ കണ്ടപ്പോൾ ഒരു ഡാൻസ് കളിക്കുക. അപ്പോൾ നമ്മൾ നടക്കുന്തോറും നമുക്ക് പല സ്ഥലങ്ങളിലും ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ പിന്നെ അധികം ദൂരം നടന്ന പോലെ തോന്നില്ല. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അത് കുറച്ച് കണ്ട് ആസ്വദിച്ചിട്ട് അങ്ങനെ പോവാം. ഇതിപ്പോൾ വേറൊരു ഭാഗമാണ്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഡ്രൈവർ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു തൂണ് പോലെ നിൽക്കും പാറ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് പല കല്ലും മണ്ണൊക്കെ പൊട്ടിച്ചാടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കാണാം. ഇതാണ് ബാബ വാട്ടർഫാളിൻ്റെ ലാസ്റ്റ് ഭാഗം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ വെള്ളമുണ്ട്, ചാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ അടിഭാഗം ഒന്ന് കണ്ടോളൂ. ഇതുണ്ടല്ലോ, കൊത്തി ഉണ്ടാക്കിയ പോലെ ഉണ്ട്. നല്ല രീതിയിൽ കാൻഡിലിവർ ഒരു ഭാഗത്ത് സപ്പോർട്ടിൽ ഇങ്ങനെ ഇത് നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം കെട്ട് ചില സമയത്ത് കൂടുതലും ചില സമയത്ത് കുറവായിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടല്ലോ അതാ ചാടുന്നതിൻ്റെ താഴത്ത് കണ്ട. ഇത് മഴ പെയ്യുന്നല്ല, അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ചാടിയിട്ട് അത് കാറ്റുകൊണ്ട് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ആയിട്ട് പോകാം. കുറച്ചുകൂടി ദൂരം ഇനി നടക്കാണ്ട്. ജസ്റ്റ് മുമ്പ് ഞാൻ കാണിച്ചിരുന്ന വീഡിയോൻ്റെ അവിടെ നിന്നിരുന്ന ഇതിൻ്റെ ചോട്ടായിരുന്നു. ഇതുണ്ടല്ലോ വെള്ളം കൃത്യമായിട്ടൊരു സ്ഥലത്തല്ല വീഴുക. ഇത് അവിടെ നിന്ന് വരുന്നതിനനുസരിച്ചിട്ട് കാറ്റിൻ്റെ ഗതി കൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. കണ്ട മഴ പെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മെയിനായിട്ട് കരുതേണ്ടത് വളരെ കനം കുറഞ്ഞ ഡ്രസ്സ് എടുത്ത് വരിക. ഒരു ട്രൗസറും ഒരു പിന്നെ നൈലോണ്ട് അങ്ങനത്തെ ഒരു ടീഷർട്ടും ഇട്ട് പോരുക. കാരണം മഴക്കോട്ട് ഇട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം അതിൽ എന്തായാലും കംപ്ലീറ്റ് നനഞ്ഞ് കുളിക്കും. നമ്മളെ മൊബൈൽ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം അതിന് നല്ലോണം നനയാത്ത മോഡലിൽ കവറിലിട്ടിട്ട് വേണം അത് കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇത് മഴ നമ്മുടെ വെള്ളത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ടില്ലെങ്കിലും പിന്നെ ഈ കാറ്റിൻ്റെ പ്രഷർ കൊണ്ട് നമ്മുടെ മേത്തേക്ക് എങ്ങനെ വെള്ളം നനക്കും. ഞാൻ വെള്ളത്തിൻ്റെ അടുത്ത് നിന്നിട്ടില്ല, എന്നിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് നനഞ്ഞ് കുളിച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അടിഭാഗം. നമുക്കൊരു പേടി തോന്നും ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത്. ഞാൻ എൻ്റെ മുമ്പൊരു ജോർദാനിലൊരു വീഡിയോ ഇട്ടിരുന്നു. ലോകാത്ഭുതത്തിൽപ്പെട്ട പെട്ര. ആ പെട്രയിലുള്ള ആ കല്ല് നിൽക്കുന്ന പോലെ, അവിടുത്തെ കല്ല് ചുവന്ന കളറിലാണ്. അതേപോലത്തെ കല്ല് മോഡലിൽ വലിയ കല്ലാണ് ഇതിൻ്റെ അവിടെ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എൻഡ്. ഇതൊന്നും പിന്നെ ക്യാമറയിൽ കണ്ടാൽ ശരിയാവില്ല, വന്നെ കാണണം ഇവിടെ. എന്നാലുള്ള അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും കിട്ടുള്ളൂ. എന്തായാലും ഒരു തവണ ഇവിടെ വരാം. ഒരൊറ്റ ദിവസത്തെ സമയം മതി നമുക്ക് ഇവിടെ എത്താൻ. ഒരു ദിവസം വൈകുന്നേരം കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ എത്തി അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് മടങ്ങും ചെയ്യാം. അതുകൊണ്ട് ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഈ മലൻ്റെ അടിയിലാണ് നിൽക്കുന്നത്.
ബാബ വാട്ടർഫാൾ നമ്മളെ എവിടെയെന്നറിയോ? മഹാരാഷ്ട്രയിൽ അമ്പോളി. ഇതിവിടെ വന്നൊന്ന് കാണേണ്ടത് തന്നെ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ക്യാമറയിൽ പകർത്തിയാൽ അത്രക്കും വൈബാണ്. വന്ന് കാണുന്ന അങ്ങനെ ബാബ വാട്ടർഫാളിൻ്റെ ആ എൻഡ് കഴിഞ്ഞ് ഇപ്പം മടങ്ങുകയാണ്. ഇവിടെ വരെയാണ് നമ്മുടെ വണ്ടികൾ വരുന്ന സ്ഥലം. ആകെ കോടമുടി ഉണ്ടല്ലേ. ഇവിടുന്ന് പിന്നെയും നടക്കണം. ഇവിടുന്ന് അപ്പോൾ അവിടെ എത്തിയിട്ട് ഏകദേശം 1 കിലോമീറ്ററിനോളം ഇനിയും ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മുടെ ബാബ വാട്ടർഫാളിൻ്റെ അവിടേക്ക് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോകാൻ നമ്മുടെ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് പോവാണ്. പാർക്കിങ് നേരത്തെ ഇട്ടില്ലേ അവിടേക്ക് ആ 50 റുപ്യ പിന്നെ വണ്ടിക്ക് ഇങ്ങോട്ട് കയറാനുള്ള ചാർജ് എന്ന് പറഞ്ഞില്ല. ആ ഒരു ഭാഗത്ത് വരെ ഇനി നടന്നങ്ങനെ അങ്ങോട്ട് പോകണം. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് വില കൂടിയ ഷൂസോ കാര്യങ്ങളൊന്നും ഇടണ്ട. സാധാരണ ഒരു ചെരുപ്പിട്ട് പോന്നാൽ മതി. കാരണം നനഞ്ഞ് കുളിക്കാനുള്ളതാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കുറഞ്ഞ പിന്നെ കനം കുറഞ്ഞ ഡ്രസ്സ് ഇടുക. പിന്നെ നമ്മുടെ വണ്ടിയിൽ നല്ലൊരു ഡ്രസ്സ് കരുതി വെക്കുക. പിന്നെ വണ്ടിയിലെത്തിയിട്ട് ഡ്രസ്സ് മാറാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ടെമ്പോ ട്രാവലറിൽ ഇനി നേരെ ഭക്ഷണം കഴിക്കണം. പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇപ്പോൾ സമയം 5:30 മണി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന അതേ റൂട്ടിലേക്കൂടെ തന്നെയാണ് തിരിച്ചു വന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങൾ ഒഴുകി വന്ന് നിൽക്കുന്ന ഭാഗമാണ്. ഇതൊക്കെ ഒരു പാടാണ്, കൃഷിയിടാണ്. അവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ
ഇത് അമ്പോളി വെള്ളച്ചാട്ടം ഞാൻ മുമ്പ് കാണിച്ചിരുന്നില്ലേ. ഇപ്പോൾ സമയം 6 മണിയായിക്കുന്നു. ഈ സമയത്ത് അതിനുള്ളിലേക്ക് പ്രവേശനം. അവിടെ പോലീസുകാരൊക്കെ കാവൽ നിൽക്കുന്നുണ്ട്. ഇനി നമ്മുടെ വയനാട് ചുരം പോലത്തെ ചുരം ഉണ്ടല്ലോ, ആ ചുരം ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇത് വേറൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ആ വെള്ളച്ചാട്ടങ്ങൾ തന്നെ. ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഭക്ഷണം കഴിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ മറ്റേ വേറെ വണ്ടിയുണ്ട്, അവരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് ഡിന്നർ. നല്ല പനീർ റൊട്ടി ഉണ്ട്, വെജിറ്റബിൾ മസാല ഉണ്ട്, കോളിഫ്ലവറിൻ്റെ ഒരു ഇതുണ്ട്. ഇതൊരു കീ ചെയിൻ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇപ്പോൾ സമയം രാത്രി അയക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് കയറണ വണ്ടിയിൽ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് പോവാണ് നേരെ കൂടൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 9:30 മണിക്കാണ് നമ്മുടെ കേരളത്തിലേക്കുള്ള ട്രെയിന്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് പോവാണ്. പക്ഷേ ഞാനും നമ്മളൊരു സുഹൃത്തും കൂടി നേരെ ഞങ്ങൾ മുംബൈയിലേക്ക് വിടുകയാണ്. അതും ഏകദേശം ആ ഒരു സമയത്ത് തന്നെയാണ് ഉള്ളത്. മുംബൈയിലേക്കും ഇവിടുന്ന് നമ്മളെ കോഴിക്കോട്ടേക്കും സെയിം ഡിസ്റ്റൻസാണ്. അതിൻ്റെ സെൻട്രലാണ് ഈ കൂടൽ. ഇപ്പം നമ്മൾ കൂടൽ അങ്ങാടിയിലെത്തി. ഇപ്പോൾ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് ഇനി നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ ആകെ വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് കൂടൽ റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡ് പോയിന്റ്. ഈ കൂടൽ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനൊന്നും നിർത്തൂല. ചില ട്രെയിനുകൾ പിന്നിലും നിർത്തലുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മളെ ട്രെയിനിന് കാത്തു നിൽക്കുകയാണ്. ഇവിടെ ആകപ്പാടെ ഒരു ഇരുട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ഉൾഗ്രാമം പോലത്തെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ എനിക്ക് ലാസ്റ്റ് എല്ലാവരോടും പറയാനുള്ളത്, ഒരു തവണയെങ്കിലും ഈ കൂടലിൽ വന്നിട്ട് ഈ അമ്പോളി കണ്ടു പോകണം. ഇവിടെയൊക്കെ മഴ ഉണ്ട്. ഈ ഒരു മഴക്കാലത്താണ് ഇവിടെ വരേണ്ടത്, അല്ലാണ്ട് വേനൽക്കാലത്തല്ല വരിക. അപ്പം രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് നമുക്ക് കറങ്ങി കണ്ടിട്ട് വൈകിട്ട് മടങ്ങി പോവുകയും ചെയ്യാം. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇനി നേരെ മുംബൈയിലേക്ക് പോവാണ്. മുംബൈയിൽ അത്യാവശ്യം നല്ല മഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.